അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാട്ടിൽ നല്ല മഴയാണ്. പുറത്തൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് കർക്കിടകം 1 എന്നൊരു സംശയമുണ്ട്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഈ മഴയത്തും നമ്മൾ പ്രവാസികളായ നമ്മൾക്ക് ഇവിടെ വന്നാലെങ്കിലും ഒന്ന് പുറത്തു പോകാൻ പറ്റുന്ന സമയമാണ് ഇതെന്ന് നമുക്കറിയാം. എങ്കിലും മഴ കാരണം നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ പ്രവാസ ലോകത്ത് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ചുട്ടുപൊള്ളുന്ന ആ മണലാരുണ്യത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഇവിടെ എത്തുമ്പോൾ മഴ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് ആ മഴ നമ്മൾ കാണുമ്പോൾ നമുക്ക് പുറത്തു പോകുന്നതിലും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മഴ. ഇന്ന് നല്ല മഴയാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് നല്ല മഴ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ വളരെ സന്തോഷം ഈ മഴയെല്ലാം കാണാൻ പറ്റി. കുറേ മാസങ്ങളോളം നമ്മൾ മഴ ഒന്നും കാണാതെ പെട്ടെന്ന് നമ്മൾ നാട്ടിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന ഈ മഴ ഉണ്ടല്ലോ, മഹാ അത്ഭുതമാണ്. അപ്പം മഴ തുടങ്ങട്ടെ, ഇനിയും മുമ്പോട്ട് പോകട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ല രീതിയിൽ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ നിൽക്കുക. ഒരു മഴക്കാലം വരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും. എല്ലാവരും ശ്രദ്ധിച്ച് വീട്ടിൽ കെയർ ആൻഡ് സേഫായിട്ട് നിൽക്കാൻ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലവരെയും നമ്മൾ സ്നേഹിക്കും. ആ സ്നേഹിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന അതേ അളവിൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് വന്നേക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്നേഹം അവർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശരാകാതെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. ആരായാലും, അത് സ്വന്തം കുടുംബക്കാരാണെങ്കിലും കാമുകിയാണെങ്കിലും സ്നേഹിതന്മാരാണെങ്കിലും മറ്റാരാണെങ്കിലും, നമ്മൾ കൊടുക്കുന്ന അതേ അളവിൽ ഒരു പക്ഷേ അവർ തിരിച്ച് നമ്മളെ സ്നേഹിച്ചോളണം എന്നില്ല. അവർ നമ്മളെ വെറുക്കും, അവർ നമ്മളെ കുത്തുവാക്കുകൾ പറയും. ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മളാൽ ഒരാൾക്കും ഒരു വേദന ഉണ്ടാകാനും പാടില്ല. അവരിൽ നിന്ന് എന്ത് വേദന ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് ജീവിക്കാനുള്ള ആ മനസ്സും നമുക്കുണ്ടാകണം. നമ്മൾ ഒരുപക്ഷെ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല എന്ന് എനിക്ക് പറയാനും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇത്രയും പറയാനുള്ള. അസ്സലാമു അലൈക്കും.